മറ്റുള്ളവരെ കുറ്റം പറയരുത്. നമ്മൾ അനുഭവിക്കാനുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഗ്രഹപ്പെടാതെ നമ്മുടെ ദോഷമാണ്. അതിന് വേറെ ഒരാളെ കുറ്റം പറയരുത്. ആ കുട്ടി ഭഗവാൻ അമ്മയുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ അമ്മയുടെ നല്ല വാക്കുകൾ കൊണ്ട് ആ കുട്ടി തപസ് ചെയ്യാൻ പോയി. ഭഗവാനെ തപസ് ചെയ്യാൻ പോയി. നാരദ മഹർഷിയുടെ ഉപദേശത്തോടു കൂടെ മന്ത്രം കിട്ടി തപസ് ചെയ്തു. അവസാനം വലിയ ജ്ഞാനി 5-ാം വയസ്സിൽ വളരെ ജ്ഞാനിയായിരുന്നു. ആ കുട്ടി ജനിച്ച കുറെ വലിയ ശ്ലോകങ്ങളുണ്ട്. ഇവിടെ സമയക്കുറവുകൊണ്ട് ഞാനതൊന്നും ചൊല്ലുന്നില്ല. ഭാഗവതത്തിൽ നോക്കുക. ധ്രുവന്റെ ഭാഗത്ത് ധ്രുവൻ തപസ് കഴിഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന വരികളുണ്ട്. അതൊക്കെ നോക്കുക. അതൊക്കെ നല്ല അമ്മമാരുടെ മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിലുണ്ടാകുന്ന വിജയമാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ രാമായണം സമ്പാദ്യം എന്നൊരു കഥാപാത്രമുണ്ട്. ജടായുവിന്റെ ജ്യേഷ്ഠനാണ്. ഒരു ബീജം ഗർഭപാത്രത്തിൽ ചെല്ലുമ്പോ അതിന് ഓരോ ദിവസം ഉണ്ടാകുന്ന വളർച്ച, കണ്ണു വളരുന്നതും മൂക്ക് വളരുന്നതും ഓരോ അവയവങ്ങൾ വളരുന്നതും മുടി വളരുന്നതും നഖം വളരുന്നതും കൃത്യമായിട്ട് ഇന്നത്തെ ആധുനിക ഡോക്ടർമാർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരു രംഗം നമ്മൾ എടുത്താൽ മതി, അത് നമ്മൾ പഠിക്കുക. എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് കഥകളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു സംശയമില്ല, കുട്ടികൾ നല്ല വഴിക്ക് വരും. മൊബൈൽ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനൊക്കെ അടിപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി വളരെ പ്രയാസമാണ് നിയന്ത്രിക്കാൻ. ഇനി അടുത്തൊരു തലമുറയെ എങ്കിലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ കുട്ടികളുടെ മാറ്റം നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. നമുക്ക് LKG മുതൽ 12-ാം ക്ലാസ് വരെയുള്ള